ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ഡേ 3 ഓഫ് ഹൈദരാബാദ് സീരീസ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് കുറച്ചധികം എക്സൈറ്റഡ് ആണ്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് വേൾഡ്സ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഫിലിം സിറ്റിയിലാണ്. ഓവർ 60+ മൂവീസിന് ഒരേ സമയം മൂവി ലൊക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫുൾ ഫ്ലെഡ്ജ്ഡ് എൻ്റർടൈൻമെൻറ്റ്, ഫൺ ആക്ടിവിറ്റീസ്, അഡ്വഞ്ചേഴ്സ് ഒക്കെ ഉള്ള രാമോജി ഫിലിം സിറ്റിയിലേക്കാണ്. നമ്മൾ 9 മണിക്കാണ് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടത്. അപ്പം നമ്മുടെ റൂമിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ ജേർണി ഉണ്ടായിരുന്നു. സിറ്റിയുടെ ഔട്ട്സ്കേർട്സിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇടയ്ക്ക് വെച്ച് വഴിയൊക്കെ ഒന്ന് തെറ്റിപ്പോയിരുന്നു, പക്ഷേ എന്നാലും കറക്റ്റായിട്ട് എത്തിപ്പെട്ടു. നമ്മളിപ്പം പോകുന്നത് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നോർമൽ സ്റ്റുഡിയോ ടൂർ പാക്കേജാണ് എടുത്തത്. പിന്നെ സ്റ്റാർ എക്സ്പീരിയൻസ് പാക്കേജ് ഉണ്ട്, നോർമൽ സ്റ്റുഡിയോ ടൂർ വിത്ത് ലഞ്ച്, അങ്ങനെ അഡ്വഞ്ചർ പാക്കേജ്, ഫൺ പാക്കേജ് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കായത് 1350 പ്ലസ് GST പെർ പേഴ്സൺ ആണ്. കുട്ടികൾക്ക് 33 ഇഞ്ചിനും താഴെയൊക്കെ ആണെങ്കിൽ ഫ്രീ എൻട്രി ആണ്. അപ്പോൾ അവർക്ക് ഹൈറ്റൊക്കെ മെഷർ ചെയ്യാൻ സ്കെയിലൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. ടിക്കറ്റ് എടുത്ത ശേഷം നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. സോ ഇവിടെ നിന്ന് ബസ്സിലാണ് സ്റ്റുഡിയോയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത്. സോ നമ്മൾ കയറുന്നതിന് മുന്നായിട്ട് നമ്മുടെ കയ്യിൽ ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു തരും, ഇവിടുത്തെ കോഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ അത് കഴിഞ്ഞ് ബാക്ക് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബസ്സിലേക്ക് കയറുന്നത്. ഇവിടെ ഒരുപാട് ബസ്സുണ്ട്. ഇപ്പോൾ ഓരോ ബസ് ഫില്ലാവുന്നതിനനുസരിച്ച് അവർ ഫിലിം സിറ്റിയിലേക്ക് വിട്ടുകൊണ്ടിരിക്കും. സോ നമ്മൾ ഫിലിം സിറ്റിയുടെ ഉള്ളിലേക്ക് എത്താറായി കഴിഞ്ഞു. സോ അവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററെങ്കിലും സഞ്ചരിക്കണം ഫിലിം സിറ്റി എത്താനായിട്ട്. സോ നമ്മൾ എൻ്റർ ചെയ്ത ഫസ്റ്റ് കാണുന്ന 2 ചുമരും കളർഫുള്ളായിട്ട് പെയിൻറ്റിങ്സ് ഒക്കെ ഉള്ള യുറേക്ക എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഫിലിം സിറ്റിയുടെ ടൈമിംഗ് ഒക്കെ വരുന്ന രാവിലെ 9:30 തൊട്ട് വൈകിട്ട് 5 വരെയാണ്. അപ്പം തുറക്കുന്ന സമയത്ത് ഇവിടെ ഓപ്പണിംഗ് സെറമണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട്. യുറേക്കയിൽ എത്തിയ 5 സോൺ സെറ്റ് ആയിരിക്കും ഫിലിം സിറ്റി ഡിവൈഡ് ആവുന്നത്: മൂവി മാജിക്, ഫണ്ടിസ്ഥാൻ, സാഹസ്, സ്റ്റുഡിയോ ടൂർ ആൻഡ് എക്കോ ടൂർ. ഈ ഫിലിം സിറ്റി എന്ന് പറയുന്നത് വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഏകദേശം 1666 ഏക്കേഴ്സ് വരും. സോ ഒരു ദിവസം മതിയാകില്ല ഫുള്ളും ചുറ്റി നടന്ന് കാണാൻ വേണ്ടിയിട്ട്. സോ വീണ്ടും എൻട്രി ഫീ ഒക്കെ എടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ്. സോ അങ്ങനെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ ഹോട്ടൽസ് ഒക്കെ അവൈലബിൾ ആണ്. സ്റ്റേ ചെയ്ത് വീണ്ടും ഒരു ദിവസം സിറ്റി ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. യുറേക്കയിൽ ഇറങ്ങിയാൽ ഈ ഫിലിം സിറ്റിക്ക് കിട്ടിയ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കുറച്ച് എൻലാർജ് ചെയ്ത് അവർ ചുമരിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. സിറ്റി ടൂറൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ക്യൂട്ട് വിൻറ്റേജ് സ്റ്റൈലിലുള്ള ബസ്സിലാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ബസ്സിൽ കയറിയിട്ട് നമ്മൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്തത് മുഗൾ ഗാർഡൻ ആണ്. ജോധ അക്ബർ മൂവിയിലെ ഒരു പ്രധാന സ്പോട്ട് തന്നെയാണ് ഈ ഒരു മുഗൾ ഗാർഡൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വെഡ്ഡിങ് പാർട്ടീസൊക്കെ ഇവിടെ ഹോസ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി കാണാൻ പോകുന്നതാണ് നമ്മുടെ ഉല്ലാല ഉല്ലാല ആ പാട്ട് ഷൂട്ട് ചെയ്ത ആ ഗാർഡൻ. ഇത് അവാർഡ് ഫംഗ്ഷൻസ് ഒക്കെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്പൺ തിയേറ്ററും കാര്യങ്ങളൊക്കെയാണ്. അയ്യ മൂവിയിലെ ഡ്രീമം വേക്കപ്പം എന്ന് പറഞ്ഞ സോങ്ങിന്റെ ഒരു പ്രധാന ഷൂട്ടിംഗ് ലൊക്കേഷനാണ് ഈ കാണുന്ന കരിസ്മ ഗാർഡൻ. ഇത് RRR മൂവിയിൽ NTRഉം രാംചരനും കൂടെ നടന്നു വരുന്ന സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. ഇത് ഹൃതിക് റോഷന്റെ ഏതോ മൂവിയിൽ ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്ത സ്പോട്ട് എന്നാണ് പറയുന്നത്. ഈ കാണുന്നതാണ് ചന്ദ്രമുഖിയിലെ ലക്കലക്ക ബിൽഡിംഗ്. ഇതൊന്നും ഒറിജിനൽ വീടുകളല്ല, ഷൂട്ടിംഗ് പർപ്പസിന് മാത്രം അവർ ചെയ്തു വെക്കുന്ന വീടാണ്. പുറം മാത്രം നല്ല രീതിക്ക് അവർ മെയിൻറ്റെയിൻ ചെയ്യും. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റ്സിലേക്കാണ്. സോ ഒരു പക്ക നോർത്ത് ഇന്ത്യൻ വൈബ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബിൽഡിങ്സ് ആണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് അവർ ചെയ്തു വെച്ചേക്കുന്നത്. ഇതാണ് ബുലാൻ ദർവാസ. പിന്നെ ഇതാണ് ഗംഗൂബായ് കത്യാവാടിയിലെ കാമാത്തിപുര എന്ന് പറഞ്ഞ് അവർ കാണിക്കുന്ന സ്ട്രീറ്റ്. ഇത് കംപ്ലീറ്റ് അവിടെയായിരുന്നു. ഷൂട്ടിങ്ങിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ അവർ പെയിൻറ് ചെയ്ത് കുറച്ച് വൃത്തിയാക്കി എടുക്കും. വൈറ്റ് കളർ ആണെങ്കിൽ താജ്മഹൽ, ഗോൾഡൻ കളർ ആണെങ്കിൽ ഗോൾഡൻ ടെമ്പിൾ, അങ്ങനെ ഒരു സ്ഥലമാണ്. സോ ഇതാണ് അവിടുത്തെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഇതാണ് നമ്മൾ ദബാങ് മൂവിയിലൊക്കെ കണ്ട ആ ഒരു വെസ്റ്റ് ബംഗാൾ വൈബ് വരുന്ന ഷൂട്ടിംഗ് ലൊക്കേഷൻ. ഈ കാണുന്ന ഒരു സ്പെഷ്യാലിറ്റി ഉള്ള ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു 4 എലിവേഷൻ ബിൽഡിംഗ് ആണ്. ഫ്രണ്ട് സൈഡ് ഹീറോ ആണെങ്കിൽ ബാക്ക് സൈഡ് വില്ലൻ്റെ വീടായിരിക്കും, സൈഡിൽ കൊമേഡിയൻ്റെ വീടായിരിക്കും, പിന്നെ മറ്റേ സൈഡിൽ ഹീറോയിനെ ആയിരിക്കും കാണിക്കുന്നത്. അപ്പം ഒറ്റ ഒരു വീട്, 4 ലൊക്കേഷൻസ്. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാണ് ഗൈഡ് ഈ ഒരു സ്ഥലം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ഇതാണ് നമ്മൾ മൂവിയിൽ കാണുന്ന കള്ളന്മാരുടെ സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന സ്ഥലം. ഗബ്ബർ സിംഗ്, ഗുണ്ടൂർക്കാരം, ഗെയിം ചേഞ്ചർ, പുഷ്പ 2ന്റെ ഒക്കെ മൂവി ലൊക്കേഷൻസ് ആണിത്. ഇത് അജയ് ദേവ്ഗന്റെ സിംഗം റിട്ടേൺസ് എന്ന് പറഞ്ഞ മൂവിയിലെ പോലീസ് സ്റ്റേഷൻ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെയാണ്.
ഇത് പോസ്റ്റ് ഓഫീസൊക്കെ ആയിട്ട് കാണിക്കാൻ പറ്റിയൊരു ബിൽഡിംഗ് ആണ്, കാരണം അതിന്റെ കളർ തീമും അങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സൗത്ത് ഇന്ത്യൻ മൂവി ലൊക്കേഷൻസ് കാണാം. ഇതാണ് ചന്ദ്രമുഖി മൂവിയിലെ ഡാൻസ് മാസ്റ്റർ ഗുണശേഖറിന്റെ വീടായിട്ട് കാണിക്കുന്നത്. പിന്നെ അയ്യ മൂവിയിലെ റാണി മുഖർജിയുടെ വീടായിട്ടും കാണിക്കുന്നുണ്ട്. ഈ വീടൊക്കെ മൂവി പർപ്പസിന് മാത്രം ചെയ്തു വെച്ചിരിക്കുകയാണ്, ബട്ട് കയറി താമസിക്കാനൊന്നും പറ്റില്ല. ഇതൊക്കെ വൺ എലിവേഷൻ ഹൗസസ് ആണ്, ഫ്രണ്ട് മാത്രമേ ചെയ്തു വെച്ചിട്ടുള്ളൂ. ഈ കാണുന്നതൊക്കെ ഒറിജിനൽ ബിൽഡിങ്സ് ആണ്. ഫിലിം സിറ്റിയുടെ കോർപ്പറേറ്റ് ഓഫീസും പിന്നെ പല മീഡിയ ചാനൽസിന്റെ ഓഫീസും ഒക്കെ ഇവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ലൊക്കേഷൻ ബാഹുബലിയിലും പുഷ്പ മൂവിയിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പുഷ്പ മൂവിയിൽ ഈ ആറൊക്കെ ഉണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞത്. ഇത് വരുന്ന പുഷ്പ 2 മൂവിയിലെ ചെക്ക് പോസ്റ്റ് ഒക്കെ ആയിട്ട് കാണിക്കുന്ന ലൊക്കേഷനാണ്. ഞാൻ എപ്പോഴും മൂവിയൊക്കെ കാണാറുമ്പോൾ വിചാരിക്കാറുണ്ട്, ഈ റെയിൽവേ സ്റ്റേഷനിൽ എന്താ ഇത്ര തിരക്ക് കുറവ്. പിന്നെയാണ് മനസ്സിലായത് ഇത് ഫിലിം സിറ്റിയിലാണ് ഫിലിം ചെയ്യുന്നത്. അപ്പം ഇവിടെ ഒരു വില്ലേജ് റെയിൽവേ സ്റ്റേഷനും സിറ്റി റെയിൽവേ സ്റ്റേഷൻ്റെയും ആ ഒരു സെറ്റപ്പ് ഉണ്ട്. ചെന്നൈ എക്സ്പ്രസിന്റെ റെയിൽവേ ബേസ്ഡ് ലൊക്കേഷൻസ് ഒക്കെ കംപ്ലീറ്റ്ലി ഇവിടെ ആയിരുന്നു. അതേപോലെ തന്നെ നമ്മൾ പല മലയാളം മൂവീസിലെയും പ്രധാന ഒരു റെയിൽവേ ലൊക്കേഷൻ സ്പോട്ട് ഇതാണ് ഫിലിം സിറ്റിയിലെ ജയിലിൻ്റെ ലൊക്കേഷൻ. കൈദി, CID, മൂസ, പുഷ്പ അങ്ങനെ പല മൂവീസിൻ്റെയും ജയിലിലെ കുറച്ച് സീക്വൻസ് ഒക്കെ നടക്കുന്നത് ഈ ഒരു ലൊക്കേഷനിൽ വെച്ചിട്ടാണ്. ഇതിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ കാണുന്ന ഒരു ബിൽഡിങ്ങിൽ കറൻ്റ്ലി പുഷ്പ 2ൻ്റെ ക്ലൈമാക്സ് സീക്വൻസ് ഒക്കെ ഷോട്ട് ചെയ്യാണെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. അപ്പോൾ അല്ലു അർജുൻ ഇതിനകത്തുണ്ട്. പുള്ളിയുടെ കാറ് കാണാൻ പറ്റി, പക്ഷെ പുള്ളിയെ കാണാൻ പറ്റിയില്ല. അൺലക്കി. പിന്നെ നമ്മൾ മഹാഭാരതത്തിൻ്റെ ഒക്കെ സെറ്റ് വിസിറ്റ് ചെയ്തു. സോ അതിനുള്ളിൽ ഒരു സഭയൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രാജാക്കന്മാരും ഭടന്മാരും അങ്ങനെ മന്ത്രിമാരും ഒക്കെ ആയിട്ട് അത് നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇനി നമ്മൾ പോകാൻ പോകുന്നത് മഹിഷ്മതി സാമ്രാജ്യത്തിലേക്കാണ്. സോ കണ്ടിട്ട് ഇവിടെയൊക്കെയാണ് കാലകേൻ്റെ സീക്വൻസ് ഒക്കെ ഷോട്ട് ചെയ്തെന്ന് തോന്നുന്നു, കാരണം അതേപോലെയൊക്കെ ഇരിക്കുന്നു. സോ നമ്മൾ അവിടെ എത്തിയാലൊണ്ണം കാണുന്നത് ബാഹുബലി മൂവിയിലെ ക്യാരക്ടേഴ്സിനെ എല്ലാം ആ മതിലയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് കാണാനൊക്കെ ആയിട്ട്. എസ്പെഷ്യലി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു ദേവസേനയുടെ ക്യാരക്ടർ. അപ്പം അതൊക്കെ ഞാനൊന്ന് ക്ലോസപ്പിൽ എടുത്തു വീഡിയോസ്. ഈ കാണുന്നതാണ് മഹിഷ്മതി സാമ്രാജ്യത്തിൻ്റെ ഒക്കെ ഒരു മിനിയേച്ചർ മോഡൽ. ഇതെല്ലാം നമ്മൾ മൂവിയിലൊക്കെ കാണുന്നുണ്ട്. സോ ഇതൊക്കെ അവരവിടെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വെളിയിൽ നിന്ന് വരുന്ന വിസിറ്റേഴ്സിനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണുന്ന ആ മൂവിയിലെ ഡ്രമ്മൊക്കെയാണ്, വലിയ ഡ്രമ്മൊക്കെയാണ്. ഇനി നമുക്ക് മഹിഷ്മതി സാമ്രാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് കയറാം. സോ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. അങ്ങനെ നമ്മൾ സിനിമയിലൊക്കെ കണ്ട സ്ഥലം നേരിട്ട് കാണാൻ പറ്റി. ഇപ്പം നേരിട്ട് കണ്ടപ്പോഴത്തേക്കും നമുക്ക് സിനിമയിലുള്ള പോലൊന്നുമില്ല, സിനിമ കംപ്ലീറ്റ് ആയിട്ട് VFX ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സ്പേസ് ആണ്. ഇതാണ് നമ്മൾ വലിയതായിട്ട് മഹിഷ്മതി എന്ന് പറഞ്ഞ് കാണുന്നത്. പൽവാൾ ദേവന്റെ പ്രതിമയൊക്കെ വയ്ക്കാൻ നോക്കുന്ന സ്പോട്ടാണ് ഇതാ നേരെ കാണുന്നത്. ഇതാണ് ദേവസേനയെ കെട്ടിയിട്ട സ്ഥലം. ആ ചങ്ങലയും അവിടെ ദേവസേനയുടെ ഒരു മിനിയേച്ചർ മോഡലും കൊടുത്തിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരി വർഷങ്ങളായിട്ട് കിടന്ന ആ കേജും നമുക്കിവിടെ കാണാം. ദേവസേനയുടെ മാത്രം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒരാൾ കയറി വന്ന് എൻ്റെ ഫ്രെയിം നശിപ്പിച്ചു. പിന്നെ എടുത്തില്ല. ഇതാണ് മഹേന്ദ്ര ബാഹുബലി ലാസ്റ്റ് ഭസ്മമൊക്കെ വാരി തേക്കുന്ന ആ ശിവന്റെ പ്രതിമ. അതും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് കട്ടപ്പയും ബാഹുബലിയും കുറേ പ്രജകളും ഒക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ പാട്ടിൻ്റെ ഒരു സീക്വൻസ് ഒക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. ആ ആൽമരച്ചോടാണിത്. ഇതാണ് ബാഹുബലി തള്ളി നീക്കിയ ആ ഐക്കോണിക് ചാരിയറ്റ്. അപ്പോൾ അതും ഇവിടെ വെച്ചിട്ടുണ്ട്. സോ അതിൽ തൊട്ട് നോക്കിയപ്പോൾ നല്ല കട്ടിയുണ്ട്, പക്ഷേ അതിലുള്ള വർക്ക്സ് ഒക്കെ പറയാതിരിക്കാൻ വയ്യ. നല്ല കൊത്തുപണികളാണ്, നല്ല ക്രാഫ്റ്റ്സ്മാൻഷിപ്പുമാണ്. ഇനി നമുക്ക് പൽവാൾ ദേവന്റെ യുദ്ധകളത്തിലേക്ക് നീക്കാം. ഇതാണ് പുള്ളി ബോറടിക്കുമ്പോൾ പോരിന് യൂസ് ചെയ്യാറുള്ള ആ പോത്ത്, അതൊക്കെ അവിടെ ഉണ്ട്. സോ ഇതാണ് പുള്ളി ആ സിനിമയിലൊക്കെ യൂസ് ചെയ്യുന്ന ബൈനോക്കുലർ, അതും ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ കയറി നോക്കിയപ്പോഴത്തേക്ക് എനിക്കൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ പൽവാൾ ദേവൻ കണ്ടു. അതിൽ കൂടെ ശത്രുക്കളൊക്കെ വരുന്നത് ഇതാ കണ്ടില്ലേ, ഒരു ഇതൊക്കെ മറച്ചിരിക്കുകയാണ്. ഇനി കാണാൻ പോകുന്നതാണ് പുള്ളിയുടെ BMW. സോ അതും ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ മറ്റേ 3 ഇതുള്ള ആ സംഭവം നോക്കിയായിരുന്നു, അത് ഞാൻ കണ്ടില്ല. ഈ ഒരു വണ്ടി മാത്രമേ ഞാൻ കണ്ടുള്ളൂ. സോ അതും ഇവിടെ വെച്ചിട്ടുണ്ട്. സോ പെട്ടെന്ന് ഇത് നേരിൽ കാണുമ്പോൾ സിനിമയിലെ ഏതൊക്കെ സീക്വൻസിലാണ് ഇതൊക്കെ വരുന്നതെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഇനി പോയിട്ട് വേണം സിനിമ ഒന്നുകൂടെ ഒന്ന് കണ്ട് എല്ലാം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പൽവാൾ ദേവന്റെ തലയോടലും അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ ഫിലിമിൽ കാണുമ്പോൾ കുറച്ചുകൂടെ ഹൈറ്റൊക്കെ തോന്നും. ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷേ ഇത് അവിടെ ആ സൈഡിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു കഫേ സെറ്റപ്പും കാര്യങ്ങളുണ്ട്. സോ അവിടുത്തെ ഓരോ മെനുവിൻ്റെ പേരൊക്കെ വായിച്ചിട്ട് നല്ലപോലെ ചിരിച്ചു കഴിഞ്ഞ് ഞാൻ. അവന്തിക ലെമണേഡ്, കാലകയ ലെമണേഡ്, ദേവസേന താലി, അങ്ങനെ പലതും. ബാഹുബലി ബിരിയാണിയൊക്കെ ഉണ്ട് അവിടെ.
പിന്നെ മൂവീസിൽ ശത്രുക്കളെ തുരത്താൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന ആരോസ് എറിയുന്ന ഒരു മെഷീനുണ്ട്, അതൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സൈഡിൽ. സോ ഇത് കഴിഞ്ഞിട്ട് നേരെ പോയത് ലണ്ടൻ സ്ട്രീറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. സോ ഈ സ്ട്രീറ്റ് തന്നെ കംപ്ലീറ്റ്ലി നീറ്റ് ആൻഡ് കളർഫുൾ ആയിട്ട് അവർ സൂക്ഷിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ ആ സെറ്റിൽ കാണുന്ന വീടുകളാണ്. വീടുകളെന്ന് പറഞ്ഞാൽ നമ്മൾ കയറി താമസിക്കാനൊന്നും പറ്റില്ല, ജസ്റ്റ് ആ ചുമരിൽ തന്നെയാണ് ഈ വിൻഡോയും ഈ ഡോറും ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്, നമുക്ക് തുറക്കാനൊന്നും പറ്റില്ല. പിന്നെ നമ്മൾ കാണാൻ പോയത് ഹോളിവുഡ് മൂവീസിലൊക്കെ അനിമേഷന് പകരം യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അവർ അതൊക്കെ നല്ല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. എന്നിട്ട് നമ്മളൊരു റൂമിലേക്ക് കൊണ്ടുപോയി ആ ഒരു റൂമിൽ ഒരു ലേഡി ദേഹത്ത് ഫുള്ളും സെൻസേഴ്സ് ഘടിപ്പിച്ച് നിൽക്കുകയായിരുന്നു. സോ ആ ലേഡിയുടെ മൂവ്മെൻറ്റ് അനുസരിച്ചാണ് സ്ക്രീനിൽ കാണുന്ന അവതാറിൻ്റെ ക്യാരക്ടർ മൂവ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് കണ്ടറിയാം, പക്ഷെ അത് നല്ല രസമായിരുന്നു. ആ ലേഡിയുടെ ദേഹത്ത് ഫുള്ളും സെൻസേഴ്സാണ്. സോ സെൻസേഴ്സ് യൂസ് ചെയ്താണ് ഇംഗ്ലീഷ് മൂവീസിലൊക്കെ അവർ ആനിമേഷന് പകരം ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് അത് കൂടുതലായിട്ട് അവർ പറഞ്ഞു തന്നത്. ഇതിനുശേഷം നമ്മൾ എല്ലാവരെയും കംപ്ലീറ്റ് ആയിട്ട് സെൻസേഴ്സ് ഘടിപ്പിച്ച ഒരു റൂമിലേക്ക് കടത്തിവിട്ട് ഫുൾ ഗ്രീൻ സ്ക്രീൻ ആയിരുന്നു. സോ നമ്മൾ എൻ്റർ ചെയ്ത സമയത്ത് നമ്മൾ ലണ്ടൻ ആ ഒരു ബ്രിഡ്ജിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്ത് എൻ്റർ ചെയ്ത പോലെയാണ്. നിങ്ങൾക്ക് ആ സ്ക്രീനിൽ നോക്കിയാൽ കാണാം, എല്ലാവരും ഹായൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. സോ അതൊക്കെ കണ്ടിറങ്ങിയതിന് ശേഷം ലണ്ടൻ സ്ട്രീറ്റ് നമ്മൾ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്തു. അതിനുശേഷം നമ്മൾ പോയത് 2 എലിവേഷൻ ബിൽഡിംഗ് കാണാനാണ്. സോ ഇതാണ് ഈ 2 എലിവേഷൻ ബിൽഡിംഗ്. ബാക്ക് സൈഡ് ഹോസ്പിറ്റലും ഫ്രണ്ട് സൈഡ് എയർപോർട്ടും ആയിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ്. ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലൊരു ആംബുലൻസ് ഒക്കെ കിടപ്പുണ്ട്. ഇനി നമ്മൾ എയർപോർട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. സോ ഓരോ മൂവിയുടെ ഷോർട്ട്സ് അനുസരിച്ച് എയർപോർട്ടിൻ്റെ പേര് അവർ ചേഞ്ച് ചെയ്യും. ചെന്നൈ എയർപോർട്ടാവാം, ഡൽഹി എയർപോർട്ടാവാം, അങ്ങനെ പലതും ആവാം. ഇതിപ്പോൾ വിശാഖപട്ടണം എയർപോർട്ട് എന്നാണ് അവർ അതിൽ കൊടുത്തിരിക്കുന്നത്. സോ സൈഡിൽ ആ ഒരു കൗണ്ടേഴ്സിൽ എയർലൈൻ്റെ ആഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിലേക്ക് കയറിയപ്പോൾ നമ്മൾ എയർപോർട്ടിലൊക്കെ കേൾക്കുന്ന പോലെ തന്നെ കുറേ അനൗൺസ്മെൻറ്റ്സും ടിക്കറ്റ് കൗണ്ടേഴ്സും കാര്യങ്ങളും പിന്നെ പാസഞ്ചേഴ്സിനെ വെയിറ്റ് ചെയ്യാനുള്ള സീറ്റ്സും അതൊക്കെ അവിടെ അവർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് ബോർഡിംഗ് ഗേറ്റും ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് സെറ്റപ്പും ഒക്കെ അവരതിൽ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഫ്ലൈറ്റിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ അവർ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഫ്ലൈറ്റ് ഇതിനകത്ത് ഷൂട്ട് ചെയ്ത മൂവീസിൻ്റെ ഒക്കെ ആ ഒരു ഇത് അവിടെ സ്ക്രീനിലും പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് രാജസ്ഥാനി വൈബ് വരുന്ന ഹവാമകളുടെ ആ ലൊക്കേഷനാണ്. ഇൻ ബിറ്റ്വീൻ നമ്മൾ കുറേ ഷൂട്ടിംഗ് ലൊക്കേഷൻസ് കണ്ടിരുന്നു. സോ ഇതാണ് ഫിലിം സിറ്റിയുടെ ഉള്ളിലെ ഹവാ മഹൽ. നമ്മളവിടെ എത്തിയപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ ഫിലിം സിറ്റിയുടെ ഏകദേശമുള്ള വ്യൂ നമുക്ക് കാണാം. പക്ഷെ നല്ല രസമായിരുന്നു അങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വിശപ്പിൻ്റെ വിളി വന്നതോടെ നമ്മൾ റെസ്റ്റോറൻറ്റ് തപ്പാനിറങ്ങിയതും ആ ഹവാ മഹലിൻ്റെ തൊട്ട് താഴെ ഒരു രാജസ്ഥാനി റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ഒന്നും നോക്കിയില്ല, അതിനകത്തോട്ട് കയറി ഒരു സമാധാനമായി ആ നേരം. നമ്മൾ കഴിക്കാനായിട്ട് ദഹി ചാട്ടും ദഹി ബല്ല ചാട്ടും പിന്നെ ബട്ടൂര വിത്ത് പനീർ കറി ആൻഡ് കേർഡ് ബൂന്തിയൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. ഫുഡൊക്കെ നല്ലതായിരുന്നു. എനിക്ക് ആകെ ഇഷ്ടപ്പെടാത്ത ആ പനീർ കറി മാത്രമേ ഉണ്ടായിരുന്നു. ചാറ്റൊക്കെ അടിപൊളിയായിരുന്നു. സോ ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലായിട്ട് വരുന്നുണ്ട്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. സോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടെ ഇനേബിൾ ചെയ്താൽ ഞാൻ എപ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ബൈ.